വിജയുടെ പാർട്ടിയായ ടി.വി.കെയുടെ റാലിയിൽ 41 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടത്. ഇന്ന് സുപ്രധാനമായ ഒരു വിധിയിൽ ഈ കേസ് CBI അന്വേഷിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഈ വിധിയെക്കുറിച്ചാണ് ഇന്നത്തെ ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. രക്ഷകനെ CBI രക്ഷിക്കുമോ? 2-3 തരത്തിൽ പൊളിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഒക്കെ അതിനെ കാണാൻ പറ്റും. ഒരു രാഷ്ട്രീയ സഖ്യം അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിജയ്ക്ക് രാഷ്ട്രീയ ഉപദേശം കിട്ടിയതായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകളും സൂചനകളും ഒക്കെ വരുന്നത്. അപ്പോഴാണ് പളനിസ്വാമി പറഞ്ഞത് പാരുങ്ക കൊടി പറക്കുത് പിള്ളയാർ സുഷി, ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതിയിലേക്ക് മാറാൻ സാധ്യത. ഒന്നും കാണാതെ പിള്ളച്ചൻ വെള്ളത്തിൽ ചടത്തില്ല എന്നൊക്കെ പറയില്ല. ഏതെങ്കിലും ഒരു നേതാവ് സ്വന്തം അണികളെ കൊല്ലാൻ നോക്കുമോ എന്നൊക്കെ തരത്തിലാണ് പ്രതികരിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് ഒരു വഴിത്തിരിവായി മാറുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ഈ നമ്മൾ മുമ്പും വിജയ് ഈ കരൂര് പ്രശ്നം തന്നെ ഈ ബോണസ് കണ്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജയ് വിഷയം ഇത് മൂന്നാം തവണയാണ് ബോണസ് കണ്ടിൽ വരുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ ഈ CBI വരുമ്പോൾ നമുക്ക് ഈ രക്ഷകനെ CBI രക്ഷിക്കുമോ എന്നുള്ളൊരു ആംഗിളിൽ പറയാൻ തോന്നുന്നു അല്ലേ? വിജയ്ക്ക് ഈ സംഭവം കരൂർ സംഭവം നടന്നതിന് ശേഷം വിജയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫുട്ട് കിട്ടുന്നത് ഇപ്പോഴാണ്. ശരിക്കും 2-3 തരത്തിൽ പൊളിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഒക്കെ അതിനെ കാണാൻ പറ്റും. ഒന്ന്, ഒരു പക്ഷേ വിജയ് കൂട്ടണിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയ സമയമാണല്ലോ. അതായത് ഇനി ഒരു രാഷ്ട്രീയ സഖ്യം അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിജയ്ക്ക് രാഷ്ട്രീയ ഉപദേശം കിട്ടിയതായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകളും സൂചനകളും ഒക്കെ വരുന്നത്. അപ്പോൾ അത് AIDMK സഖ്യം ആയിരിക്കുമോ NDA സഖ്യമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് BJP കൂടി ഉൾപ്പെട്ട നിലവിലെ NDA സഖ്യത്തിലായിരിക്കുമോ വിജയ് ഒരുപക്ഷെ കൈകൊടുക്കാൻ പോകുന്നത്, അതോ AIDMK ഒരുപക്ഷെ BJPയെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല വിജയ്ക്ക് കൈകൊടുക്കാം എന്നുള്ളൊരു ലൈനിലേക്ക് വരുമോ എന്നുള്ളതാണ്. പിന്നെ ഈ ഏജൻസികളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് എന്നാണല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും വിജയ് എടുക്കുന്ന തീരുമാനം? എന്തായാലും അയാൾ 2026 അടുത്ത വർഷത്തിലെ പൊങ്കലിന് ശേഷം, ജനുവരിക്ക് ശേഷമാണ് ഒരു രാഷ്ട്രീയ തീരുമാനം പറയുക എന്നാണ് പളനിസ്വാമി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച പളനിസ്വാമി ഇദ്ദേഹത്തെ ഫോൺ ചെയ്തിട്ട് അരമണിക്കൂറിലേറെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഈ കുമരപാളയത്ത് നടന്ന റാലിയിൽ ടി.വി.കെയുടെ കൊടി പാറി. അപ്പോഴാണ് പളനിസ്വാമി പറഞ്ഞത് പാരുങ്ക കൊടി പറക്കുത് പിള്ളയാർ സുഷി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പോസിറ്റീവ് സൈൻ എന്നാണ് തമിഴ്നാട്ടിൽ അർത്ഥം. പുസ്തകമൊക്കെ വാങ്ങിയതിനു ശേഷം പോലൊരു ചിഹ്നം അവർ വരയ്ക്കുമല്ലോ, അതിന് ശുഭചിഹ്നം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ടി.വി.കെ വലിച്ചടുപ്പിക്കണം എന്നുള്ളതാണല്ലോ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം, EPSന്റെ ലക്ഷ്യം. അപ്പോൾ പോണോ വേണ്ടയോ എന്നുള്ളതാണ് വിജയുടെ മുമ്പിലെ ചോദ്യം. വിജയെ BJPക്കും വേണം, AIDMKയ്ക്കും വേണം, അമ്മാമ്മക്ക് TTV ദിനകരന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഇവർക്കെല്ലാം വിജയെ വേണം. പക്ഷേ ആ വലിയ ദുരന്തവും വിജയുടെ പാർട്ടിയുടെ സ്വാധീനം വലുതായിട്ട് ഇടിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ശരിക്കും ഇപ്പോൾ CBI അന്വേഷണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ BJP ആംഗിളിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കുന്നത് അമിത്ഷായാണ് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നത്. അമിത്ഷായുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. ശരിക്കും ഒരു വിജയ്ക്കൊരു കുപ്പിക്കഴുത്തായിട്ട് മാറാൻ സാധ്യതയില്ലേ? വേണമെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതിയിലേക്ക് മാറാൻ സാധ്യതയില്ല. ഒന്നും കാണാതെ പിള്ളച്ചൻ വെള്ളത്തിൽ ചടത്തില്ല എന്നൊക്കെ പറയില്ലേ? അമിത്ഷായ്ക്ക് തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല പ്ലാൻ തന്നെയുണ്ട്. അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നിർബന്ധിത സഖ്യം എന്നാണ് പറയുന്നത്. ഏത് BJPയും AIDMKയും തമ്മിലുള്ള ഇവന്മാർ തമ്മിൽ അടിച്ച് പരമാവധി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. കാക്കൈക്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്, തിരിച്ച് കളിയാക്കിയിട്ടുണ്ട്. അണ്ണാമലൈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നതിന്റെ എല്ലാ ചീത്തയും പരസ്പരം പറഞ്ഞിട്ടുണ്ട്. നയനാർ നാഗേന്ദ്രൻ വന്നതിന് ശേഷവും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും താഴെ തട്ടിലും മേലെ തട്ടിലും ഒക്കെ പരസ്പര വിരുദ്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന സഖ്യമാണ് AIDMKയുടെയും BJPയുടെയും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവർ സെപ്പറേറ്റ് ആണല്ലോ മത്സരിക്കുന്നത്. അതിനു മുമ്പ് ഈ സഖ്യം അടിച്ച് പിരിയുന്നതിന് മുമ്പ് പരസ്പരം ഇനി പറയാനൊന്നുമില്ല. പക്ഷേ അമിത്ഷായാണ് രണ്ടുപേരെയും കൂടി ഇപ്പോൾ ചേർത്ത് വെച്ചിട്ട് ഇത് നയിക്കുന്നത് EPS ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വിജയിനെ കൂടെ കൊണ്ടുവന്നാൽ വിജയ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരോളം, വിജയുടെ ആൾക്കൂട്ടം, പിന്നെ വിപിൻ ഈ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഈ AIDMKയുടെ പരിപാടിക്കൊക്കെ കുറേശ്ശെ ആളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു. പ്ലസ് BJP അവിടെ
പതിയെ പതിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാധീനം എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് പയറ്റി നോക്കാം എന്നായിരിക്കും അമിത്ഷാ കണക്ക് കൂട്ടുന്നത്. ആ കൂട്ടത്തിൽ ഇതിപ്പോ കോടതി ഇങ്ങനെയും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് CBIയുടെ കയ്യിലേക്ക് ഇത് വരുമ്പോൾ വിജയ് ഒരേ സമയം വിജയ്ക്ക് ആശ്വാസമുണ്ട്, വിജയ് ഒരു പ്രഷർ സീറ്റിലേക്ക് വരികയും ചെയ്യുകയാണ് അല്ലെ? അങ്ങനെയാണ് ഞാൻ അതെ കരുതുന്നത്. അതെ അതെ. പക്ഷെ ഇത് നേരിട്ടുള്ള ഒരു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും എന്ന് പറയുന്നത്. അജയ് റസ്തോഗി പറഞ്ഞത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ജഡ്ജാണ്, ഒരു സീനിയർ 2 ആഴ്ച ജഡ്ജ്. കൂടുമ്പോ അതെ അല്ലെ അതെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നൊക്കെ അതെ, ഒരു പറഞ്ഞിട്ടുണ്ട്. സീനിയർ ജഡ്ജാണ്. ആ പുള്ളി ഒരു പൊളിറ്റിക്കൽ അലിഗേഷൻ ഒന്നും ഇല്ലാതെ രീതിയിലുള്ള ഒരു ജഡ്ജാണ്. അപ്പോൾ മാത്രമല്ല തമിഴ്നാട് കേഡറിലുള്ള മറ്റ് സംസ്ഥാനക്കാരായ 2 ഉദ്യോഗസ്ഥരടക്കം ഇതിന്റെ മൊത്തം കൺട്രോൾ വേണം, മേൽനോട്ടം വേണം ഭയങ്കര എന്നൊക്കെയാണ് മാൽ പ്രാക്ടീസ് ഒന്നും അതിനിടയിൽ നടക്കാൻ സാധ്യതയില്ല. വിജയും വിജയുടെ പാർട്ടിയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഇത് മറ്റാരോ ഇതിൽ കയറി അവിടെ വലിയ സംഘർഷം ഉണ്ടാക്കി എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് തന്നെയാണ് വാസ്തവത്തിൽ അവിടെ നടക്കുക. അന്വേഷണം നടക്കുകയാണ്. അതെ. അതെങ്കിൽ നമുക്ക് സാമാന്യ ബോധത്തിൽ തോന്നുന്നത് അവിടെ സ്വാഭാവികമായിട്ടും വിജയെ പോലെ ഒരു വലിയ ആൾ വന്നതിൻ്റെ, ഇത്ര ജനസ്വാധീനമുള്ള സ്വാധീനശേഷിയുള്ള ആൾ വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ ആൾക്കൂട്ടം ഉണ്ടായി, ഒരു ക്രൗഡ് മാനേജ്മെന്റിൽ സംഭവിച്ച പിഴവ് തന്നെയാണിത്. മാത്രമല്ല DMK ആണെങ്കിലും സ്റ്റാലിനും ഉദയനിധിയും ഒക്കെ തന്നെ ഈ അപകടത്തെ സംബന്ധിച്ച് വളരെ പക്വമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളതും. ഏതെങ്കിലും ഒരു നേതാവ് സ്വന്തം അണികളെ കൊല്ലാൻ നോക്കുമോ എന്നൊക്കെ തരത്തിലാണ് പ്രതികരിച്ചത്. DMKയുടെ അണികളും മറ്റും ഇത് കൊണ്ടുവന്നു കൊലയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടും വിജയുടെ രക്തം പുരണ്ട കൈയുടെ പോസ്റ്റർ തമിഴ്നാട്ടിലും കരൂരിലും ചെന്നൈയിലും ഒക്കെ പതിച്ചും ഒക്കെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തെ പക്വമായിട്ടാണ് കൈകാര്യം ചെയ്തത്. DMK സൈബർ സെല്ലൊക്കെ പിന്നെ വിജയ്ക്ക് എതിരാണ് ഇത്. DMK സൈബർ സെൽ അവരാണ് നാട്ടിൽ അല്ലെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരിൽ നാട് മൊത്തം പോസ്റ്ററെല്ലാം പതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട് എതിർക്കാൻ നിൽക്കുന്ന ഒരു കക്ഷിയെ ഇങ്ങനൊരു വിഷയം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്ത് പോസ്റ്റർ പ്രചരണത്തിലാണെങ്കിലും അവർ എതിർക്കും. അതിൻ്റെ രാഷ്ട്രീയ സംവിധാനം അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിൽ പക്വമായിട്ടാണ് ഇടപെട്ടത്. വിജയെ ഈ ഒരു പേര് പറഞ്ഞിട്ട് പിണക്കാൻ അവർക്ക് അങ്ങനെ പറ്റത്തില്ല. അത് രാഷ്ട്രീയമായിട്ട് തിരിച്ചടിയാവും എന്ന് ഇവർക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ ഉണ്ടല്ലോ അല്ലേ, വയസ്സായ മനുഷ്യൻ പിന്നെ അദ്ദേഹം പറയാണ് ഞാനും അവിടെ പോകുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ, മകൻ മരിച്ച സ്ഥലത്തേക്കാണ്. ഇപ്പൊ നിങ്ങൾ പോവായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനും പോവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് അവിടുത്തെ ഒരു സെന്റിമെന്റ്സ് കിടക്കുന്നത്. അത് പറയാനായിരുന്നു ഞാൻ വന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ വിജയിയെ ഭയങ്കരമായിട്ട് ഈ വിഷയത്തിൽ കരൂർ വിഷയം മാത്രം പറഞ്ഞ് നോവിച്ചാൽ അത് ഫയർ ബാക്ക് ചെയ്യുമോ എന്നുള്ള സംശയം DMKയ്ക്കും ഒക്കെ ഉണ്ട്. ഇതാണ് തക്കമെന്ന് നോക്കിയിട്ടാണ് ADMK ഇരിക്കുന്നത്. കാര്യം എന്താണെന്നറിയോ, വിജയ് പിടിക്കാൻ പോകുന്ന വോട്ട് ഏതാ? DMK വിരുദ്ധ വോട്ടാണ്. പിന്നെ ആ വോട്ട് കിട്ടേണ്ടത് നാച്ചുറലായിട്ടും കിട്ടേണ്ടത് ADMKയ്ക്കാണ്. വിജയ് രാഷ്ട്രീയ ശത്രു എന്ന് പറഞ്ഞിട്ട് പൂർണ്ണതോതിൽ എതിർക്കുന്നത് DMK ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ട് ഞാൻ മാറി എന്നാണ് വിജയ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. അത് ശരിയാണോ എന്നൊരു സംശയം ശരിക്കും EPS ഉണ്ട്. ഇത്രയും വലിയ ആൾ കൂടുന്നത് കണ്ടിട്ട് യഥാർത്ഥ പ്രതിപക്ഷം ഞങ്ങളാണെന്ന് BJPയും പറയുന്നുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്രതിപക്ഷ ADMK പ്രത്യേകിച്ചും. സ്വാധീനശേഷിയുള്ള നേതാക്കളില്ല, തലയെടുപ്പുള്ള ക്രൗഡ് പുള്ളേഴ്സ് അവരുടെ ഇടയിലില്ല. അപ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുന്ന പ്രതീതിയാണ് BJPയും TVKയും തമ്മിൽ നടക്കുന്നത്. അപ്പോൾ ഈ DMK വിരുദ്ധ വോട്ടുകൾ പല വഴിക്ക് ചോർന്നു പോകുന്നതിനേക്കാളിൽ നല്ലത് ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നുള്ള ലൈനിലാണ് EPSന്റെ ഇടപെടലിൽ നടക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ എന്തുണ്ടാവുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പഠിച്ചു. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചോളാന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് BJPയും പിന്നെ ഇവർ തമ്മിൽ കൂട്ടണിയായിട്ട് മത്സരിച്ചപ്പോഴും ദയനീയ പരാജയമായിരുന്നു. എന്നാൽ സെപ്പറേറ്റ് മാറി നിന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സേലത്തെ അല്ലെ OPSന്റെ മകന്റെ സീറ്റ് അതും പോയി. അപ്പോൾ ഇനി കൂട്ടണി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് EPSന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിജയുടെ ഒരു നയം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ വന്നത് പൊങ്കലിന് ശേഷം സംസാരിക്കാം, BJP വിട്ടുവന്നാൽ സഹകരണത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന രീതിയിലൊരു സൂചനയാണ് ഇദ്ദേഹം വിജയ് കൊടുത്തതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ CBI അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രത്യയശാസ്ത്ര ശത്രു എന്നൊക്കെയുള്ള നിലപാട് പ്രാക്ടിക്കലായ വിജയ് മാറ്റിവെക്കുമെന്ന് നമുക്കറിയില്ല. ഈ വിജയ് ഈ പൊങ്കൽ എന്ന് പറയാൻ കാരണമുണ്ട്. ഇയാളുടെ അടുത്ത പടം ജനനായകൻ, ആ പടം വരുന്നത് പൊങ്കലിനാണ്. അപ്പോൾ അതുണ്ടാക്കും, ഈ ഓളം ഉണ്ടാക്കും. ഇത് തിരിച്ചടിയായിരുന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ട് മീറ്റർ ചെയ്യാൻ പറ്റും. ഈ
അത് വിജയമാകുമോ പരാജയമാകുമോ എന്നുള്ളത് അതിനുണ്ടാവുന്ന ഒരു ഈ സിനിമ റിലീസിങ്ങിന് ശേഷം രാഷ്ട്രീയ തീരുമാനം എടുക്കാമെന്ന് വിജയ് പറയുന്നത് തമിഴ്നാട്ടിലെ വിജയുടെ റിലീസ് സമയത്തൊക്കെ അവിടെ നിന്നാൽ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത്. ഇപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഒക്കെ റിലീസായ സമയത്ത് ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. കോയമ്പേട് ഒരു സിൽവർ സ്ക്രീൻ അത് ഒരു രാവിലെ മോർണിംഗ് റിലീസ് സമയത്താണ് ബസ്സിൻ്റെ മുകളിൽ കയറി ഒരാൾ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ച സംഭവമൊക്കെ ഉണ്ടായത്. അതായത് ഈ പൊങ്കൽ പോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം ആവേശമാണ് വിജയ് സിനിമയുടെ റിലീസ് എന്നൊക്കെ പറഞ്ഞാൽ. കൂട്ടമായിട്ട് ഈ നാളെ രാവിലെ 5 മണിക്കൊക്കെയാണ് ഫാൻ ഷോ വെക്കുക. നാളെ രാവിലെ 5 മണിക്കാണ് ഫാൻ ഷോ എങ്കിൽ ഇന്ന് രാവിലെ ഒരു 10-10:30 മുതലേ അവിടെ ഒരുക്കവും ഈ ഉത്സവത്തിനൊക്കെ പോലെ തിരുവിഴ പോലെയാണ്. കാവടിയും പരിപാടികളും പടക്കവും വലിയ സ്ക്രീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അതായത് അതവിടെ ഒരു ജനകീയ മുന്നേറ്റം നടക്കുന്ന പോലെയാണ് ഒരു സിനിമ റിലീസ് നടക്കുക. നമ്മൾ അന്തം വിട്ടുപോകും. ഒരു സിനിമയുടെ റിലീസല്ലേ ഈ നടക്കാൻ പോകുന്നത്. ഒരു ദിവസം മുമ്പേ തുടങ്ങി വെക്കുന്ന ഒരുക്കങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ പൊങ്കാലയ്ക്കോ ഉത്സവത്തിനോ ഒക്കെ നടക്കുന്ന ഒരുക്കം പോലെ തലേ ദിവസം ആർച്ചും കമാനവും പിന്നെ എന്താ ഈ കുരുത്തോല തോരണവും ഒക്കെ വെച്ചിട്ട് വലിയ പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന രാഷ്ട്രീയ പ്രവേശത്തിന് ശേഷം ഒരുപക്ഷെ രാഷ്ട്രീയ സന്ദേശങ്ങൾ കുത്തി നിറച്ചുണ്ടാകുന്ന ഒരു സിനിമ റിലീസ് അത് ചിലപ്പോൾ ആ ഒരൊറ്റ ഇവന്റ് ചിലപ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങളെയും പിന്നെ പൊതുബോധത്തെയും മാറ്റിമറിക്കാൻ തക്ക വലുതാണെന്നുള്ള മാനേജ്മെന്റ് വിജയനെ നയിക്കുന്ന മാനേജ്മെന്റിന് അറിയാം. അതുകൊണ്ടുകൂടിയാണ് അതുകൂടി വന്നിട്ട് എത്രത്തോളം ഈ ലെവല് മാറുന്നു എന്നനുസരിച്ചിട്ട് കൈ കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അതാണ് ഈ പിന്നെ മുമ്പ് 2011 ജയലളിത ഒരു തീരുമാനം എടുത്തു, മറ്റേ വിജയകാന്തിനെ ഒപ്പം കൂട്ടാനുള്ളത്. അന്ന് ജയലളിതയ്ക്ക് ഇപ്പോൾ വലിയ കക്ഷികളൊന്നുമില്ല. അപ്പോൾ എതിർഭാഗത്ത് DMKയുടെ കൂടെയാണെങ്കിൽ PMK കോൺഗ്രസ് അങ്ങനെയുള്ള കക്ഷികളൊക്കെ ഉണ്ട്. അപ്പോൾ സഖ്യകക്ഷിൻ്റെ ശക്തി വെച്ച് അന്ന് DMK ജയിക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ ജയലളിത ഒറ്റയ്ക്കും ഒപ്പം വിജയകാന്തിനെ കൊണ്ടും ഈ അടിച്ച് തൂഫാനാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന്. വിജയകാന്ത് വന്ന സമയത്ത് ഇതിലും വലിയ ഓളം ഉണ്ടായതായിരുന്നു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടായിരുന്നു. വിജയകാന്ത് ഒരു കുറഞ്ഞ ഘട്ടത്തോടെ പ്രതിപക്ഷ നേതാവായി വരെ ഇരുന്നല്ലേ. 24 എത്ര 2011 ഇവരെ ഒന്നിച്ച് കൂട്ടണി മത്സരിച്ച് പിറ്റേന്ന വിജയകാന്ത് ഇറങ്ങിപ്പോയി ഞാൻ പ്രതിപക്ഷ നേതാവായിക്കോളാം എന്ന് പറഞ്ഞതാ. വിജയകാന്തിന്റെ പാർട്ടി പക്ഷെ പരിപൂർണമായിട്ട് നമ്മൾ ഈ പറയുന്ന ഈ തിയേറ്ററില്ലേ, കോയമ്പേട് തിയേറ്ററിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വിജയകാന്തിന്റെ പാർട്ടി വലിയ കല്യാണ മണ്ഡപമൊക്കെ ആയിട്ടിരുന്നത്. അതിപ്പോ ഒരു അനാഥ പ്രദേശം പോലെയാണ് കിടക്കുന്നത്. വലിയ ടവർ കൊടിമരമൊക്കെ ആയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന കാണാം. ഒരുപക്ഷെ ആ ഉയർന്നു നിൽക്കുന്ന കൊടി, പാറിപ്പറക്കുന്ന കൊടി അപ്പുറത്തെ വിജയിന്റെ ആഘോഷം കാണുന്നുണ്ടാവും. നിന്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാല് ഈ ഒരു ദുരന്തം എന്നുള്ളത് ഭയങ്കര 41 ജീവനുകൾ നഷ്ടപ്പെട്ട അതിഭയങ്കരമായ സംഭവമാണെങ്കിൽ പോലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് ഒരു വഴിത്തിരിവായി മാറുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം ഈ ഘട്ടത്തിൽ. ഏതായാലും രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യയശാസ്ത്രജ്ഞനെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല. നമ്മളെ ഇപ്പോൾ പിന്നെ ദേശീയ തലത്തിൽ നോക്കിയാൽ തന്നെ നമ്മുടെ രാജ്യം തന്നെ രാജ്യത്തെ പ്രധാന കക്ഷി തന്നെ ഏറ്റവും പിന്നെ പ്രത്യയശാസ്ത്രമായി എതിർക്കുന്ന താലിബാനുമായിട്ട് ഒരു കൈയോർക്കുന്ന വിപിൻ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ വിപിൻ പറഞ്ഞ ഇങ്ങനെയായിരുന്നല്ലോ, എന്താ അരസിയലില് നിരന്തര എതിരിയും നിരന്തര നൻപനും കിടയാതെ എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ നിരന്തരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ കരുതിയതുപോലെ കരൂർ ദുരന്തം വിജയുടെ പിന്തുണയിൽ ജനപിന്തുണയിൽ അത്ര വലിയ ഹേമം തട്ടിയിട്ടില്ല എന്നാണ്. വിജയ് വരാൻ പോവാണ്, ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ. ബുധനാഴ്ച കരൂർ ആ പ്രദേശത്തേക്ക് തന്നെ വിജയ് തിരിച്ചു വരികയാണ്. വീടാന്തരം കയറിയിട്ടുള്ള പോയി ദുരന്തത്തിൽ മരിച്ചവരെ ആശ്വസിപ്പിക്കാനൊക്കെ ആയിരുന്നു വിജയ് പദ്ധതിയിട്ടെങ്കിലും പോലീസും ജില്ലാ ഭരണകൂടം അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് എല്ലാവരും കൂടി കൂടാനാണ് വിജയുടെ പദ്ധതി. അതിനെത്ര ആൾ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷ ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ തവണ വന്നതിലും ആള് കൂടാൻ സാധ്യതയുണ്ടെന്ന വിജയ്. അത് ഒരു സീനായിരിക്കും. വിജയ് ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒരു സിനിമാറ്റിക് സീൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതന്നെ ഈ പിക്ചർ അബി ബാക്കി പറയുന്ന പോലെ വിജയുടെ ഒരു തിരിച്ചു വരവായിരിക്കും എന്ന് പറയാം. വിജയ് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വഴിത്തിരിവാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി ഉണ്ടാക്കുന്നത്. വിജയുടെ തിരിച്ചുവരവുണ്ടാകുമോ എന്നതാണ് ബോണസ് കണ്ടന്റ് പരിശോധിച്ചത്.